അരീക്കോട് SOG ക്യാമ്പിലെ കമാൻഡോ വിനീതിന്റെ ആത്മഹത്യയിൽ നിർണായക മൊഴി പുറത്ത്. അസിസ്റ്റന്റ് കമാൻഡന്റ് അജിത്തിന് വിനീതിനോട് വ്യക്തിവൈരാഗ്യം ഉണ്ടായിരുന്നു എന്ന് സഹപ്രവർത്തകർ മൊഴി നൽകി. സുഹൃത്തിന്റെ മരണത്തിലെ വീഴ്ച ചോദ്യം ചെയ്തതിൽ വിനീത് അടക്കമുള്ളവരോട് അജിത്തിന് വൈരാഗ്യമുണ്ടായിരുന്നു എന്നാണ് മൊഴി. വിപിൻ സി വിജയൻ വിവരങ്ങൾ വച്ചിരുന്നു. വിപിൻ, എനിക്ക് തോന്നുന്നു സുഹൃത്തിനയച്ച ഈ പറയുന്ന ആത്മഹത്യാക്കുറിപ്പിൽ അടക്കം ഈ അജിത്തിന്റെ പേര് തന്നെ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നു. അപ്പോൾ ഈ ഉന്നത ഉദ്യോഗസ്ഥൻ ഈ സഹപ്രവർത്തകനെ അല്ലെങ്കിൽ കീഴുദ്യോഗസ്ഥനെ നിരന്തരം മാനസിക പീഡനത്തിന് വിധേയമാക്കി എന്ന് തന്നെ പറയുകയാണോ സഹപ്രവർത്തകർ? വിപിൻ. ആഷ്മി, ഉന്നത ഉദ്യോഗസ്ഥരുടെ പീഡനമാണ് ഇപ്പോൾ ഈ വിനീതിന്റെ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്ന് വ്യക്തമാക്കുന്നതാണ് കമാൻഡോകൾ നൽകിയിട്ടുള്ള മൊഴി. ഉന്നത ഉദ്യോഗസ്ഥർ ഇപ്പോൾ അന്വേഷണ സംഘത്തിനാണ് ഈ മൊഴി നൽകിയിട്ടുള്ളത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, 2021 അവിടെ ഒരു മരണം സംഭവിച്ചിട്ടുണ്ട്. അത് കമാൻഡോ സുനീഷിന്റെ മരണമാണ്. സുനീഷിനെ കാലിനെ അതിനു മുൻപ് തന്നെ വെടിയേറ്റിരുന്നു. അപ്പോൾ അതുകൊണ്ട് വലിയ രീതിയിലുള്ള, അതായത് ലൈറ്റ് ജോലികൾ നൽകണം എന്നുള്ളതൊക്കെ അദ്ദേഹത്തിന്റെ മേലുദ്യോഗസ്ഥൻ അറിയിച്ചതാണ്. പക്ഷേ അതൊന്നും ചെവിക്കൊള്ളാതെ തന്നെ അദ്ദേഹത്തെ പരിശീലനത്തിന് അയച്ചു. ഓട്ടത്തിനടക്കം ഇപ്പോൾ വിടുകയുണ്ടായി. അപ്പോൾ ഈ പരിശീലനത്തിനിടയ്ക്ക് സുനീഷ് തലകറങ്ങി വിടുകയായിരുന്നു. പക്ഷേ ഏകദേശം 15 മിനിറ്റോളം മറ്റൊരു കമാൻഡോകളും അദ്ദേഹത്തെ ശുശ്രൂഷിക്കരുത് തുടങ്ങിയിട്ടുള്ള ഒരു നിർദ്ദേശമാണ് നൽകിയത്. കാരണം ഒരു മെമ്മോ അടക്കം ലഭിക്കാവുന്ന ഒരു കുറ്റമായിട്ട് തന്നെ അത് കണക്കാക്കുകയും ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സുനീഷിനെ ആരും തന്നെ ആശുപത്രിയിൽ മാറ്റിയില്ല. ഏകദേശം ഒരു 15 മിനിറ്റിന് ശേഷം ആശുപത്രിയിലേക്ക് മാറ്റിയപ്പോഴും സുനീഷിന് മരണം സംഭവിച്ചു കഴിഞ്ഞിരുന്നു. അങ്ങനെ ഈ ഒരു കാര്യം, ആ ട്രെയിനിങ്ങിന്റെ സമയത്ത് വിനീത് അതിൽ പങ്കെടുത്തില്ല, അരിക്കുളം ക്യാമ്പിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ അരീക്കോട് ക്യാമ്പിൽ പങ്കെടുത്തില്ല എന്നുണ്ടെങ്കിലും പിന്നീട് നടന്ന ഒരു യോഗത്തിൽ വിനീത് ഇത് ഉയർത്തിക്കൊണ്ടുവന്നു. കാരണം വിനീത് അടക്കമുള്ള കുറച്ച് കമാൻഡോകൾ ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവന്നു. അത് പ്രധാനമായും AC അജിത്തിനൊക്കെ എതിരുള്ള ആയിരുന്നു. അത് ഒരു വ്യക്തിവിരോധത്തിന് പ്രധാനപ്പെട്ട കാരണമായി തീർന്നു എന്നുള്ളതാണ് ഇപ്പോൾ കമാൻഡോകൾ നൽകിയിട്ടുള്ള ഒരു മൊഴി. അപ്പോൾ ആ സുഹൃത്തിന്റെ മരണത്തെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ, അതിൽ വന്നിട്ടുള്ള ആരോപണങ്ങളൊക്കെ അദ്ദേഹം കൂടുതലായി ചോദ്യം ചെയ്തത് ഈ ഒരു വ്യക്തിവൈരാഗ്യത്തിലേക്ക് നയിച്ചു. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ ഈ നവംബറിൽ നടന്ന റീഫ്രഷ്മെന്റ് കോഴ്സിൽ പരാജയപ്പെട്ടതോടുകൂടി ആ ഒരു വ്യക്തിവിരോധം കുറച്ചുകൂടി കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരമാക്കി തീർക്കുകയായിരുന്നു. കാരണം 2 തവണ ലീവിന് അപേക്ഷിച്ചിട്ടുണ്ട്. ഈ 2 തവണയും അത് നിഷേധിച്ചു. ഒപ്പം തന്നെ അവിടുത്തെ മറ്റ് തൂപ്പുജോലികളും ഒക്കെ കാർഡടക്കമുള്ളവ വൃത്തിയാക്കണമെന്നുള്ള ഒരു ഉപദേശമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവർ എല്ലാ സുഹൃത്തുക്കളും കൂടിയും ചേർന്നാണ് അവിടേക്ക് ഈ കാട് വെട്ടി യന്ത്രമൊക്കെ കൊടുന്ന് മുഴുവൻ അരീക്കോട് SOG ക്യാമ്പ് മുഴുവൻ ഇവർ വൃത്തിയാക്കിയത്. പക്ഷേ അപ്പോഴൊക്കെ നൽകിയ ലീവ് നൽകാമെന്നുള്ള വാഗ്ദാനം പാലിക്കപ്പെട്ടില്ല. പിന്നെയും അടുത്ത റീഫ്രഷ്മെന്റ് കോഴ്സിന് ഇന്നലെ നടക്കേണ്ടതായിരുന്നു. ആ റീഫ്രഷ്മെന്റ് കോഴ്സിന് വീണ്ടും വിനീതിന്റെ പേര് വെച്ചു. അതിൽ തന്നെയുള്ള വലിയ മാനസിക സംഘർഷമാണ് അദ്ദേഹത്തെ ഈ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നുള്ള മൊഴിയാണ് ഇപ്പോൾ ഒപ്പമുണ്ടായിരുന്ന കമാൻഡോകൾ കൊണ്ടോട്ടി DYSPയുടെ നേതൃത്വത്തിൽ അന്വേഷിക്കുന്ന അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏറെക്കുറെ കാര്യങ്ങൾ വ്യക്തമാവുകയാണ്. ഉന്നത ഉദ്യോഗസ്ഥരുടെ ഒരു മാനസിക പീഡനം, അതിലൊരു വ്യക്തിവിരോധമൊക്കെ ഉണ്ട് എന്നുള്ളത് കൂട്ടത്തിൽ നിന്ന് തന്നെ മൊഴിയായി ഇപ്പോൾ പുറത്തു വരികയാണ്. അശ്വിൻ. ഓക്കെ, അപ്പോൾ അത് മേലുദ്യോഗസ്ഥ പീഡനം തന്നെയാണ് എന്ന് പറയുകയാണ്. ഈ ആത്മഹത്യക്ക് ഈ പറയുന്ന അയച്ച വാട്സാപ്പ് സന്ദേശത്തിൽ പറയുന്നത്, ഈ മെസ്സേജ് മയ്യൻ രാഹുലിനെ കാണിക്കണം, AC അജിത് സാറിനെയും ഓട്ടത്തിൻ്റെ സമയം ഒന്ന് കൂട്ടണം, എൻ്റെ ജീവൻ അതിനായി സമർപ്പിക്കുന്നു, കൂടെ പണിയെടുത്ത് കൂടെ ഉള്ളവർക്ക് പണി കൊടുക്കുന്നവർക്ക് നല്ല രീതിയിൽ ഇപ്പോൾ ഉള്ള ആളുകളെ ഒന്ന് മാറ്റാനും പറയണം, ഇതിനെക്കുറിച്ച് അറിവുള്ള ആളുകൾ ഏറ്റെടുക്കണേ, പറഞ്ഞ് ശരിയാക്കാൻ പറഞ്ഞു കൊടുക്കണം, എന്നാൽ ബൈ ഗുഡ് നൈറ്റ്. അതാണ് അദ്ദേഹത്തിൻ്റെ അവസാന മെസ്സേജ്. ഈ അജിത്തിൻ്റെ പേര് അതിലെടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ അന്വേഷണം നടക്കട്ടെ. ഇത്തരത്തിൽ ജീവനക്കാരുടെ അല്ലെങ്കിൽ കീഴ് ജീവനക്കാരുടെ മാനസികമായി പീഡിപ്പിച്ച് അവരെ കൊലയ്ക്ക് കൊടുക്കുന്ന രീതിയിൽ മേലുദ്യോഗസ്ഥർ പ്രവർത്തിക്കുന്നത് ശരിയാണോ എന്ന കാര്യം തീരുമാനിക്കേണ്ടത് സർക്കാരാണ്, ആഭ്യന്തര വകുപ്പാണ്.